ഹലോ കുട്ടികളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ നാളെ വ്ളോഗ്സൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇന്ന് ഞാനൊരു ചെറിയൊരു വ്ളോഗാട്ടോ. ഇത് ഒത്തിരി കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിന് ഓഫീസിലെ ലഞ്ച് ബോക്സ് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോറ് കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കടലത്തോരനും ഫിഷ് ഫ്രൈയോ കൊടുത്തു വിടണം. അപ്പോൾ ഞാനിവിടെ കടല വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. അയില ഞാൻ ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനിട്ടു. അപ്പോൾ നമ്മുടെ കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു കുറച്ച് തേങ്ങയൊക്കെ ഒതുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മീൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടല നമുക്ക് തോരനാക്കി എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു പാനിൽ ഞാൻ കടുകും ജീരകവും കറിവേപ്പിലും കൂടെ പൊട്ടിക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ. അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഒരു സവോള ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേനും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1-2 പച്ചമുളകും കൂടെ കടലയുടെ കൂടെ ഇട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അതൊന്ന് ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേനും നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കടലയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയിൽ ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ചുമ്മാ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആ വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ കടലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ലഞ്ച് ബോക്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മോനും കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനുണ്ട്. അവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ അവന് ഞാൻ ജസ്റ്റ് ബ്രെഡ് ടോസ്റ്റും 2-3 പീസ് നഗറ്റ്സും മാത്രമേ കൊടുത്തു വിടുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം അടുത്ത ദിവസമൊക്കെ ഞാൻ വ്ളോഗ്സ് ഇടാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.